ഇന്നത്തെ വീഡിയോയിൽ എറ്റ്ലാബിൽ എങ്ങനെയാണ് കോഴ്സ് അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലെ നമ്മളൊരു കോഴ്സിൻ്റെ കോഴ്സ് ഔട്ട്കം, അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമി ഇതെല്ലാം നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ്, അതായത് ഒരു CO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെൻറ്റ് ടൂൾസ് സീരീസ് 1, സീരീസ് എക്സാം 2, അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് അസൈൻമെൻറ്റ് 1, അസൈൻമെൻറ്റ് 2, ദെൻ അഡീഷണൽ നമുക്ക് എന്തെങ്കിലും ക്വിസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട്സ്, അങ്ങനെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ CO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ CO എൻ്റർ ചെയ്ത ശേഷം ഇവിടെ ഒരു ഡീഫോൾട്ട് കട്ട് ഓഫ് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഓരോ COയ്ക്കും നമ്മൾ CO എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് വരും. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് നമ്മൾ ഇനീഷ്യലി തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 50% സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു CO1 ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ CO1 മാപ്പ് ചെയ്തേക്കുന്നത്. സോ അതിനകത്ത് 50% മാർക്ക് ഒരു കുട്ടി അറ്റൈൻ ചെയ്താൽ, ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ CO1 അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ എത്ര പേർക്ക് 50% കിട്ടി, അത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീഫോൾട്ട് കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ CO2 അതുപോലെ തന്നെ 50% മാർക്ക് ആ ഒരു കറസ്പോണ്ടിങ് COയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ CO അറ്റൈൻഡ് ആയി എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് വാല്യൂസ് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിവിടെ ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാൻ വരും. എനിക്കിപ്പോൾ ഒരു 60% ആണ് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ 60% ഇട്ടിട്ട് ഞാൻ സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഡീഫോൾട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡീഫോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ നമ്മുടെ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, സോ ഈ ഇവാലുവേഷനിൽ പോയിട്ട് ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ്, ഇതാണ് നമ്മുടെ അസസ്മെൻറ്റ് ടൂൾസ്. ഈ അസസ്മെൻറ്റ് ടൂൾസ് നമുക്ക് ഇഷ്ടമുള്ളത്തരം ടൂൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരീസ് എക്സാമുകൾ, അസൈൻമെൻറ്റുകൾ, വൈവ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കോഴ്സിന് അനുയോജ്യമായ രീതിയിലുള്ള എല്ലാ അസസ്മെൻറ്റ് ടൂളുകളും നമുക്കിവിടെ ഉപയോഗിക്കാം. സോ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു സീരീസ് എക്സാമിൻ്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ അവിടെ നമ്മൾ 50% സെറ്റ് ചെയ്തു സേവ് ചെയ്തു. പക്ഷെ നമ്മൾ ഇവിടെയും ഈ ഓരോ അസസ്മെൻറ്റ് ടൂൾ എടുത്തിട്ടും നമ്മൾ ആ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ കൊടുക്കണം. സോ ഞാനിപ്പോൾ സീരീസ് എക്സാം 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. സീരീസ് എക്സാം 1 ക്ലിക്ക് ചെയ്തു. സോ ഇങ്ങനെ ഒരു വിൻഡോ. ഈ വിൻഡോയിൽ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്ക് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന മാർക്കും കാര്യങ്ങളും വരും. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ CO അറ്റൈൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു കട്ട് ഓഫ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം. ഇവിടെ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്. സോ ആ കട്ട് ഓഫ് ക്രൈറ്റീരിയ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ 50% ആണ് കൊടുത്തതെങ്കിൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം, 50% വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ മീനിങ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ സീരീസ് 1ൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് CO1ഉം CO2ഉം CO3യും മാപ്പ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ 50% ആണ് അറ്റൈൻമെൻറ്റ് കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ 50%-ന് മുകളിൽ എത്ര സ്റ്റുഡൻസ് വന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ്, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോവ് കട്ട് ഓഫ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഞാൻ ആ കട്ട് ഓഫ് സേവ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു അറ്റൈൻമെൻറ്റിൻ്റെ ബെഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റിന് തീരുമാനിക്കാം ഞാൻ എത്രയാണ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ 50% ഓഫ് സ്റ്റുഡൻസ് 50% അറ്റൈൻമെൻറ്റ് അറ്റൈൻ ചെയ്താൽ അവർക്ക് 1 എന്നുള്ളൊരു മാർക്കായിരിക്കും വരുന്നത്. ഇനി 60% സ്റ്റുഡൻസ് ഈ 50%-ലും എബോവ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 ആയിരിക്കും വരുന്നത്. 70% ഓഫ് സ്റ്റുഡൻസ് ഈ 50 ക്രൈറ്റീരിയയുടെ മുകളിൽ പോയി കട്ട് ഓഫിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 വാല്യൂ കിട്ടും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ദെൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സേവ് കട്ട് ഓഫ് ആൻഡ് കാൽക്കുലേറ്റ് അറ്റൈൻമെൻറ്റ്. നമുക്ക് ആ കട്ട് ഓഫ് സെറ്റ് ചെയ്യാം. 50% എന്നുള്ള കട്ട് ഓഫ് നമ്മൾ സീരീസ് 1ന് സെറ്റ് ചെയ്തു.
ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഔട്ട്കം അസസ്മെൻറ്റിൽ പോയി സീരീസ് 2 എടുക്കുക, വീണ്ടും കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യത്തെ ഒരു തവണ നമ്മൾ ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കേസിലാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്യേണ്ട വരുന്നത്. ആദ്യത്തെ തവണ തന്നെ നമ്മൾ കട്ട് ഓഫ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂ ആ കട്ട് ഓഫായി മാറും. സോ ഞാൻ ഇങ്ങനെ ഓരോ തവണയും ഓരോ അസസ്മെൻറ്റ് ടൂൾ എടുത്തിട്ടും ഈ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അറ്റൈൻമെൻറ്റ് ഷീറ്റിലേക്കാണ്. സോ അറ്റൈൻമെൻറ്റ് ഷീറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, കമ്പൈൻ ഇവാലുവേഷൻ ടൈപ്സ് ഫോർ ഓൾ അറ്റൈൻമെൻറ്റ് കാൽക്കുലേഷൻ. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം നോ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കാൽക്കുലേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എസ് ഇട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് കമ്പാരിസണിലേക്കായിരിക്കും പോകുന്നത്. സോ ഞാൻ നോ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഒരെണ്ണം പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അല്ല എങ്കിൽ നമ്മളിടുന്ന 1, 2, 3 അതായത് മാപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 50% സ്റ്റുഡൻസിന് മേളിൽ വന്നാൽ എനിക്ക് 1 എന്നുള്ള അറ്റൈൻമെൻറ്റ് കിട്ടണം, 60% മേളിൽ വന്നാൽ 2 എന്നുള്ള അറ്റൈൻമെൻറ്റ് കിട്ടണം, 70% മേളിൽ വന്നാൽ 3 എന്നുള്ള അറ്റൈൻമെൻറ്റ് കിട്ടണം. നമ്മൾ ഓരോ കോഴ്സിനനുസരിച്ച് നമുക്ക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ നെക്സ്റ്റ് ഓവറോൾ അറ്റൈൻമെൻറ്റ് എന്നുള്ളൊരു ഷീറ്റിലേക്ക് കയറുവാണ്. അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എനിക്ക് നമ്മളവിടെ നോ ഇട്ടത് കാരണം ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് വിസിബിൾ ആവും. ഞാൻ നോ ഇട്ടില്ല എങ്കിൽ നമുക്ക് താഴെ പറയുന്ന ഈ വിൻഡോയും അതിൻ്റെ പെർസെൻറ്റേജ് വൈസുള്ള കമ്പാരിസൺ ആയിരിക്കും ഇവിടെ വരുന്നത്. പെർസെൻറ്റേജിലായിരിക്കും ഈ വാല്യൂസ് വരുന്നത്. അപ്പം നമുക്ക് ഈ നമ്പർ വൈസ് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നോ ഇട്ട് സെറ്റ് ചെയ്തത്. ഇനി ഇവിടെ അതിപ്പോൾ CO ബേസ്ഡ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അസസ്മെൻറ്റ് ടൂളുകളെല്ലാം വന്നു. സീരീസ് 1, അസൈൻമെൻറ്റ് 1, സീരീസ് 2, അസൈൻമെൻറ്റ് 2, ദെൻ വൈവ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ടൂൾസ് ഇവിടെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു കേസ് അറ്റൈൻമെൻറ്റിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സീരീസ് 1 എക്സാം നടത്തി. സോ ഈ സീരീസ് 1 എക്സാമിനകത്ത് എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല, ഒരു CO അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മുടെ ഉദ്ദേശം മാക്സിമം സ്റ്റുഡൻസിനെയും ആ CO അറ്റൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈവ നടത്താം, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ടെസ്റ്റ് നടത്താം. അപ്പോൾ ആ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അസസ്മെൻറ്റ് ടൂൾ എന്താണെന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് അതിനൊരു മാർക്ക് ഇട്ടിട്ട് പോയാൽ നമുക്ക് ആ COയും അച്ചീവ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇവിടെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ CO2 ഒട്ടും സീരീസ് 1 ഇട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും അറ്റൈൻ ആവുന്നില്ല. സോ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഒരു വൈവ കൊടുത്തു. വൈവ 1 ആഡ് ചെയ്തു ബേസ്ഡ് ഓൺ CO2. അപ്പോൾ എനിക്ക് വൈവയ്ക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതിനനുസരിച്ച് എനിക്കിവിടെ ഒരു അറ്റൈൻമെൻറ്റ് കിട്ടും. അപ്പം നമുക്കിപ്പോൾ ഒരിടത്ത് കുറഞ്ഞാലും നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ അത് കൂട്ടാം. ഇപ്പോൾ സീരീസ് 1ന് ഞാൻ ഇടുന്ന COയിൽ ഒരു COയ്ക്ക് കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും അസസ്മെൻറ്റ് ടൂൾ വഴി ആ COയുടെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇവിടെയും നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കേസസ് വരും. ഒന്ന് CO വൈസ് നമുക്ക് വെയിറ്റേജ് സെറ്റ് ചെയ്യാം, അല്ല എങ്കിൽ ഇവാലുവേഷൻ വൈസ് വെയിറ്റേജ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ CO വൈസ് വെയിറ്റേജ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ ഫിൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ CO വൈസ് പെർസെൻറ്റേജ് നമുക്ക് CO വൈസ് വെയിറ്റേജ് നമുക്ക് സെറ്റായി വരും. ഇപ്പോൾ ഈ സെക്കൻഡ് കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും CO2 സീരീസ് എക്സാം 1ന് 50% എടുത്ത് വെയിറ്റേജ്, വൈവ 1ന് 50% വെയിറ്റേജ് എടുത്തു. ഇനി നമുക്ക് CO ബേസ് അല്ല, നമ്മുടെ സീരീസ് എക്സാമിന് ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് കൊടുക്കണം, അല്ലെങ്കിൽ അസൈൻമെൻറ്റിന് ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് കൊടുക്കണം, അല്ലെങ്കിൽ വൈവയ്ക്ക് ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവാലുവേഷൻ വൈസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ CO വൈസ് വെയിറ്റേജ് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണം ഓട്ടോ ഫില്ല് കൊടുക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഞാൻ സീരീസ് എക്സാം 1ൽ 2ന് 50%, വൈവയ്ക്ക് 50%. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു 70%, ഇവിടെ 30% ആക്കാം. ടോട്ടൽ നമുക്ക് ഒരു 100% കിട്ടിയാൽ മതി. നമ്മുടെ ചോയ്സാണ് ഓരോന്നിനും എത്ര വെയിറ്റേജ്, ഓരോ COയ്ക്കും എത്ര വെയിറ്റേജ് കൊടുക്കാം എന്നുള്ളത്. ഇനിയല്ല, ഇതിനകത്ത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു CO അറ്റൈൻമെൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ CO അറ്റൈൻമെൻറ്റ് വാല്യൂ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ CO1ൻ്റെ ഫുൾ മാർക്കും ചെക്ക് ചെയ്യും.
അതിനകത്ത് 50% ആണ് കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. സോ 50% ഉള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഴ്സ് ഡയറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രിൻ്റ്, ഒരു PDF കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതിനകത്ത് ഫുൾ കാൽക്കുലേഷൻസും കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വാല്യൂസ് വരുന്നത്. സോ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് CO വൈസുള്ള കിട്ടും. എനിക്ക് ഇവാലുവേഷൻ വൈസാണ് പോകേണ്ടതെങ്കിൽ ഞാൻ ഇവാലുവേഷൻ വൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെയും വെയിറ്റേജ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് വെയിറ്റേജ് എഡിറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഇവാലുവേഷൻ വൈസ് എന്ന് വെച്ചാൽ ഓരോ ഇവാലുവേഷനും നമ്മളൊരു പർട്ടിക്കുലർ വെയിറ്റേജ് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ CO വൈസ് വെയിറ്റേജും, ഈ ഒരു ഇവാലുവേഷൻ വൈസിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സിന് അനുസരിച്ചിട്ടുള്ള വെയിറ്റേജ് നമുക്ക് ഒന്നിൽ കോഴ്സ് എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ആ വെയിറ്റേജ് ഫിക്സ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ ചെറിയൊരു വ്യത്യാസത്തിലായിരിക്കും വാല്യൂസ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂവിൽ നിന്ന് കുറച്ച് ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്നത്. കാരണം ഈ വെയിറ്റേജിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇവാലുവേഷൻ വന്നു. അപ്പോൾ മേ ബി ഈ ഒരു CO വൈസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറ്റൈൻമെൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഇപ്പോൾ ചില COs നമുക്ക് കുറച്ച് മതി, ചില COസിന് നമുക്ക് പ്രോബ്ലം റിലേറ്റഡ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ ആ COയ്ക്ക് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റേജ് കൂട്ടി കൊടുക്കാം. സോ ഈ CO വൈസ് വെയിറ്റേജ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കമ്പയർഡ് ടു ഇവാലുവേഷൻ വൈസ്. നമുക്ക് അറ്റൈൻമെൻറ്റ് കിട്ടാൻ എളുപ്പം ഈ CO വൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് പ്രസ് ചെയ്തു, CO വൈസ് എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ അപ്പോൾ 1.64 ആയിരുന്ന 2 ആയി മാറി. CO വൈസ് ആയപ്പോൾ കുറച്ചുകൂടെ കൂടി കമ്പയർഡ് ടു ഇവാലുവേഷൻ വൈസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ CO അറ്റൈൻമെൻറ്റ് കണ്ടു. എക്സ്റ്റേണൽ CO അറ്റൈൻമെൻറ്റ് ഇതിപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്തൊക്കെയാണോ ഇൻറ്റേർണൽ പാരാമീറ്റേഴ്സ് ഓർ അസസ്മെൻറ്റ് ടൂൾസ് എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ. ഇപ്പോൾ എക്സ്റ്റേണൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ എത്രയാണെന്ന് നോക്കുക. സബ്ജക്റ്റിൻ്റെ എക്സ്റ്റേണൽ മാർക്ക് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേഡാണ്. ഈ ഗ്രേഡ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ P ഇനീഷ്യലി കൊടുത്തു എന്ന് വിചാരിക്കാം. സോ എനിക്കിവിടെ ഒരു കൗണ്ട് വരും. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സ്റ്റേണൽ COയുടെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണലിൻ്റെ നമ്മൾ COയുടെ അവിടെ ഒരു 50, 60, 70 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻറ്റേർണലിൻ്റെ ബെഞ്ച് മാർക്കാണ്. സോ എക്സ്റ്റേണൽ മാർക്കിൻ്റെ ബെഞ്ച് മാർക്ക് 50% സ്റ്റുഡൻസിന് P കിട്ടിയാൽ 1, 60% സ്റ്റുഡൻസിന് P കിട്ടിയാൽ 2 ആണ് നമ്മുടെ മാർക്ക്. ദെൻ 70% സ്റ്റുഡൻസിന് P കിട്ടിയാൽ 3 എന്നുള്ള ലെവലിലേക്ക് എത്തും. ഇതാണ് നമ്മൾ എക്സ്റ്റേണലിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സബ്ജക്റ്റ് വൈസോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോമൺ ഡിസിഷൻ അനുസരിച്ചൊക്കെ നമുക്ക് ഈ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാം. സോ ഇത് വെച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു. സോ എനിക്കിവിടെ ഒരു നമ്പർ കിട്ടി, 34 out of 53. 34 out of 53 means 34 students having P grade out of 53. സോ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 64.15 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ 64.15 ഇത് ഈ ഒരു കാറ്റഗറിയിൽ എവിടെ വരും? 2ലാണ് വരുന്നത് അല്ലേ? സോ 2 ആണ് എൻ്റെ എക്സ്റ്റേണൽ അറ്റൈൻമെൻറ്റ്. അതിപ്പോൾ നമുക്ക് ഓരോ COയ്ക്കും അനുസരിച്ച് വ്യത്യാസം വരത്തില്ല. ഇതാണ് ഈ സെക്കൻഡ് കോളാണ് എക്സ്റ്റേണൽ അറ്റൈൻമെൻറ്റ്. എല്ലാവർക്കും സെയിം ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഫുള്ള്. ഇതിന് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ഇൻറ്റേർണൽ അറ്റൈൻമെൻറ്റ് ആണിത്. അതേപോലെ എക്സ്റ്റേണൽ അറ്റൈൻമെൻറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻറ്റേർണൽ അറ്റൈൻമെൻറ്റും എക്സ്റ്റേണൽ അറ്റൈൻമെൻറ്റും വെച്ചിട്ട് എങ്ങനെയാണ് ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ് കാണുന്നത്? ഇപ്പോൾ ഇൻറ്റേർണൽ അറ്റൈൻമെൻറ്റ് ആണ് ഈ താഴെ വന്നേക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് റോയാണ് നമ്മുടെ ഈ വെർട്ടിക്കലി ഈ ഒരു കോളായിട്ട് വന്നേക്കുന്നത്. ദെൻ നമുക്കിവിടെ പാരാമീറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ എത്ര പെർസെൻറ്റേജ് വേണം, എക്സ്റ്റേണൽ എക്സാമിനേഷന് എത്ര പെർസെൻറ്റേജ് വേണം? അപ്പോൾ നമുക്ക് 70, 30 കൊടുക്കാം, അല്ലെ 80, 20 കൊടുക്കാം, അല്ലെ 50, 50. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റേർണൽ എക്സാമിനേഷനുള്ള കട്ട് ഓഫ് തീരുമാനിക്കാം. അതേപോലെ എക്സ്റ്റേണൽ എക്സാമിനേഷനുള്ള കട്ട് ഓഫും തീരുമാനിക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ 100%ലുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. സോ ആ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും 50%ലുള്ള ഒരു മാർക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ നമ്മൾ 100%ലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ 2 + 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സോ നമുക്കൊരു 2 എന്നുള്ളൊരു വാല്യൂ വരും. 1.5 + 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും.
ഇനി ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 80%ലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് ആൻഡ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ. അതാണ് ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ്. സോ ഈ ഡയറക്റ്റ് അറ്റൈൻമെൻറ്റ് 100%ലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ. സോ അതിനെ നമ്മൾ 80%ലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഈ കിട്ടുന്ന വാല്യൂവിനെ 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 80%ലേക്ക് ആവുമല്ലോ. നെക്സ്റ്റ് വരുന്ന ഇൻഡയറക്റ്റ് അസസ്മെൻ്റ് ആണ്. ഇൻഡയറക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എക്സിറ്റ് സർവേയുടെ വാല്യൂ, അത് 20% എടുക്കുന്നത്. അപ്പോൾ 3യുടെ 20%, 3 × 0.2, സോ 0.6 അല്ലേ. ഇവിടെ നമ്മൾ 80% ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്ന വാല്യൂ 1.6 ആണ്. 80% ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ 1.6 പ്ലസ് 0.6 ആണ് 3യുടെ 20%. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2.20. ഇങ്ങനെ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ നമുക്ക് അറ്റൈൻമെൻറ്റ് കിട്ടും. സോ ഇതിൻ്റെ ആവറേജ് ആണ് 2.07. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണൽ എക്സാമിനേഷനും ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഓവറോൾ CO അറ്റൈൻമെൻറ്റ് കിട്ടി. CO അറ്റൈൻമെൻ്റ് ആണ്. നെക്സ്റ്റ് ഈ CO അറ്റൈൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് PO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കണം. സോ PO അറ്റൈൻമെൻറ്റ് ഇതെൻ്റെ മാപ്പിംഗ് ആണ്. ഇത്രയും കോളംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാപ്പിംഗ് ആണ്. ഓക്കെ, ഓവറോൾ അറ്റൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഈ കോളമാണ് താഴേക്ക് അതേപടി വന്നേക്കുന്നത്. ഇനി നമ്മൾ PO അറ്റൈൻമെൻറ്റ്, അതായത് ഈ ലാസ്റ്റ് റോയിൽ, ഇതിപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് കേട്ടോ. സോ കാൽക്കുലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ നമുക്ക് വേണ്ടേ. സേവ് അടിച്ചാൽ മതി. കാൽക്കുലേറ്റിൽ പ്രസ് ചെയ്തിട്ട് സേവ് അടിക്കുമ്പോൾ നമുക്കിവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ വാല്യൂ. ആദ്യം കിടന്നിരുന്ന പഴയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാല്യൂ ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് PO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന ഈ ഒരു CO അറ്റൈൻമെൻറ്റ് ഉണ്ടല്ലോ, ആ CO അറ്റൈൻമെൻറ്റ് ഇൻറ്റു മാപ്പിംഗ് വാല്യൂ ഡിവൈഡഡ് ബൈ 3 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഓവറോൾ അറ്റൈൻമെൻറ്റ് ഈസ്, ഈ CO1ൻ്റെ ഓവറോൾ അറ്റൈൻമെൻറ്റ് 2.20 ഇൻറ്റു മാപ്പിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മാപ്പിംഗ് വാല്യൂ. ഈ കോളം ഫുൾ മാപ്പിംഗ് ആണ്. ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 വെച്ച് നമ്മളതിൻ്റെ ഇക്വേഷനാണത്. PO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CO അറ്റൈൻമെൻറ്റ് CO1 ഇൻറ്റു PO1ൻ്റെ മാപ്പിംഗ് ഡിവൈഡഡ് ബൈ 3 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്താ 2.20 തന്നെയാണ്. ആ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ വ്യൂ ഡീറ്റെയിൽഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇതതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമുക്ക് PO അറ്റൈൻമെൻറ്റ് കിട്ടുന്നത്. എനിക്ക് വ്യൂ നോർമലി പ്രസ് ചെയ്താൽ മാപ്പിങ്ങും വ്യൂ കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കാൽക്കുലേഷൻ കഴിഞ്ഞു, എഡിറ്റിൽ നമുക്ക് കാൽക്കുലേറ്റും ഉണ്ട്, സേവും ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്യൂ ഡീറ്റെയിൽഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും അറ്റൈൻ ചെയ്ത വാല്യൂസ് കിട്ടും. വ്യൂ നോർമൽ ആണെങ്കിൽ ഇവിടെ വരുന്ന മാപ്പിങ്ങും ഏറ്റവും അവസാനം വരുന്ന PO അറ്റൈൻമെൻറ്റും ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു PO അറ്റൈൻമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് കോഴ്സ് ഡയറിയിൽ പോയി എനിക്കിതിൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാത്രം ഒരു ഇൻഡിവിജ്വൽ അറ്റൈൻമെൻറ്റ്, CO അറ്റൈൻമെൻറ്റിൻ്റെ മാത്രം നമ്മളിത് മൂന്നും ക്ലിക്ക് ചെയ്താൽ മതി. CO PO അറ്റൈൻമെൻറ്റ്, ഇൻഡിവിജ്വൽ അറ്റൈൻമെൻറ്റ്, ഓവറോൾ ഇൻഡിവിജ്വൽ അറ്റൈൻമെൻറ്റ്, ഇത്രയും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാത്രം, ഈ CO അറ്റൈൻമെൻറ്റിൻ്റെ കാൽക്കുലേഷൻസ് മാത്രം എങ്ങനെ വന്നു എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടേബിൾ ഓൾറെഡി നമ്മൾ അപ്പുറം കണ്ടതാണ്. ആ ടേബിളിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഇവാലുവേഷൻ പാരാമീറ്ററും വാല്യൂസും എല്ലാം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ടേബിളും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇത് മാപ്പിങ്ങിൻ്റെ ഞാൻ ഇനീഷ്യലി മാപ്പ് ചെയ്തേക്കുന്ന വാല്യൂസ് ആണ്. നെക്സ്റ്റ് ഇവിടെയാണ്, ഇതാണ് CO PO മാപ്പിംഗ് ഡീറ്റെയിൽഡ് എന്നാണ്. ശരിക്കും ഇത് അറ്റൈൻമെൻ്റ് ആണ്, ഫുൾ അറ്റൈൻമെൻറ്റ് ഓരോന്നിൻ്റെയും. ഇതാണ് നമ്മുടെ ഫൈനൽ PO അറ്റൈൻമെൻറ്റ്. ഇത്ര നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇനി അതെങ്ങനെ വന്നേക്കുന്നതെന്നാണ്. ഫസ്റ്റ് എൻ്റെ സീരീസ് എക്സാം ആണ്. സോ സീരീസ് എക്സാം 1-ന് എൻ്റെ സ്റ്റുഡൻസിന് കിട്ടിയേക്കുന്ന മാക്സിമം മാർക്ക് അതിവിടെ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ സ്റ്റുഡൻസിനും നമ്മൾ സീരീസ് 1-ന് എത്രയാണ് എൻട്രി ചെയ്തേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സീരീസ് എക്സാമിന് CO1-ഉം CO2-ഉം CO3-യും മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയ മാർക്കിൻ്റെ നമ്മളവിടെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഈ കൊടുത്തേക്കുന്നത്.
ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്കിവിടെ വരും ടോട്ടൽ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് 55. സോ 55-ൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? സോ കട്ട് ഓഫ് മാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന 50% ആണ്. സോ 50% വന്ന 25 പേരേ ഉള്ളൂ. സോ എനിക്ക് കിട്ടിയ അതിൻ്റെ പെർസെൻറ്റേജ് 45.45. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ബെഞ്ച് മാർക്ക് 50 ആണെങ്കിൽ 1, 60 ആണെങ്കിൽ 2, 70 ആണെങ്കിൽ 3. ഇവിടുത്തെ ഈ കേസിൽ എനിക്ക് ഇത് രണ്ടിലും 0 വരുള്ളൂ, അറ്റൈൻമെൻറ്റ് വരുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 1 അറ്റൈൻമെൻറ്റ് വന്നു. ഇപ്പോൾ സീരീസ് 1-ൻ്റെ മാർക്ക് എൻ്റെ വളരെ മോശമാണ്. സോ ഞാൻ എന്ത് ചെയ്യണം? ഈ CO1-ഉം CO2-ഉം അറ്റൈൻ ചെയ്യാൻ പാകത്തിന് ഞാൻ എന്തെങ്കിലും CO1 അറ്റൈൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. അപ്പോൾ അസൈൻമെൻറ്റിന് മാക്സിമം നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും അല്ലേ? സോ അസൈൻമെൻറ്റിൻ്റെ വന്നു കഴിഞ്ഞപ്പം അവിടെ എനിക്ക് 3 ചെയ്യാൻ പറ്റി. അതായത് 54 സ്റ്റുഡൻസിൽ 52 പേർക്കും പകുതി മാർക്കിന് മുകളിൽ കിട്ടി, 5 മാർക്കിന് മുകളിൽ കിട്ടി. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് ആ ഒരു CO ഒരു പാർഷ്യലി നമുക്ക് അറ്റൈൻ ചെയ്യിക്കാൻ പറ്റി. അതുപോലെ നമുക്കിനി വേറെയും ഇപ്പോൾ വൈവ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CO2 അറ്റൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം ഞാൻ എക്സ്ട്രാ വൈവ കൊടുത്തു. അങ്ങനെ നമുക്ക് CO2 അറ്റൈൻ ചെയ്യിക്കാം. ഒരു പാർഷ്യൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാം. ഇങ്ങനെ ഓരോന്നും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഇവാലുവേഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അസൈൻമെൻറ്റ് 2 സീരീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തത്. അപ്പം ഞാൻ ഏകദേശം എല്ലാ CO ആയിട്ട് മാപ്പ് ചെയ്തേക്കുന്ന ഒരു അസൈൻമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുന്ന ഒരു പ്രോസസ് ആണല്ലോ കമ്പയർ ടു സീരീസ് എക്സാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്ത് വന്നിട്ടുണ്ട്? 3 വന്നിട്ടുണ്ട്. അതായത് 98. ഇതാണ് എൻ്റെ കട്ട് ഓഫ് പെർസെൻറ്റേജ്. 98 ആകുമ്പോൾ നമുക്ക് 3 വരും. 70-ന് മുകളിൽ എത്ര വന്നാലും നമുക്ക് 3 വരും. സോ എല്ലാവർക്കും നല്ല മാർക്കുള്ളത് കൊണ്ട് അവിടെ നമുക്ക് 3 വന്നു. ഇനി ഫൈനലി അതിൻ്റെ ആവറേജ് എടുക്കുന്നതാണ്. സോ ആ ആവറേജ് നമ്മളിവിടെ വന്നിട്ടുണ്ട് 1.5, 1.67. ഇതാണ് എൻ്റെ ആവറേജ് വാല്യൂ. ആ വാല്യൂ തന്നെയാണ് നമുക്ക് എവിടെ കിട്ടിയേക്കുന്നത്? ഈ എറ്റ്ലാബിൽ നമുക്ക് ആ CO അറ്റൈൻമെൻറ്റിലേക്ക് കയറി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ഈസി ആയിട്ട് ആ രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു PDF അവൈലബിൾ ആണ്. അതിനകത്ത് കറക്റ്റായിട്ട് കാൽക്കുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ കിട്ടിയ വാല്യൂ അതേപടിയാണ് ഇവിടെ പറയുന്നത്. ഉണ്ടോ? 2, 1.5, 1.6 ആണ് അവിടെ കിട്ടിയ ആ വാല്യൂസ്. അതേപടിയാണ് നമുക്കിവിടെ വരുന്നത്. ഈ വാല്യൂസ് ഉണ്ടോ? ഈ വാല്യൂസും ഇതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു PDF-നെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ നോർമലി അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഈ 1 എങ്ങനെ വന്നു, 2 എങ്ങനെ വന്നു, 3 എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഓവറോൾ PU അറ്റൈൻമെൻറ്റ് ആൻഡ് CO അറ്റൈൻമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ.